അഭിമുഖീകരിക്കുവാൻ പോകുന്നത്. ഇന്നലകളില് രാഷ്ട്രീയ ഐക്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നിന്ന് അകറ്റി നിർത്തുവാൻ ഇവിടുത്തെ ഇടതും വലതും മുന്നണികളുടെ കുപ്രചരണങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ ആ കുപ്രചരണങ്ങളെ എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധികള് ഇന്ത്യൻ കേരള നിയമസഭയ്ക്കുള്ളിൽ വിജയിച്ചു വരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുവാൻ പോകുന്നത്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാകാം, പക്ഷേ സംശയിക്കേണ്ട കാര്യമില്ല. അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. കഴിഞ്ഞ 55 വർഷക്കാലമായി ഈ കേരളത്തിലെ ജനങ്ങള് രണ്ട് മുന്നണികളെയും മാറി മാറി പരീക്ഷിച്ചു. ഈ രണ്ട് മുന്നണികളും കഴിഞ്ഞ 55 വർഷക്കാലം കൊണ്ട് ഐക്യ കേരളം രൂപപ്പെട്ടതിനു ശേഷം നടത്തിയിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും ഈ കേരളത്തെ പിന്നോട്ട് നയിക്കുന്നതായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയോട് ഏറ്റുമുട്ടുന്ന രണ്ട് മുന്നണികളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഒരു വശത്ത് ഐക്യ ജനാധിപത്യ മുന്നണി, മറുവശത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഈ രണ്ട് മുന്നണികൾക്കും എന്താണ് വ്യത്യാസമെന്ന് ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളൊന്ന് ചിന്തിക്കണം, വോട്ടർമാരൊന്ന് ചിന്തിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചെങ്കൊടിയുണ്ടെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുന്നിലുമുണ്ട് CMPയുടെ മറുവശത്ത് നമുക്ക് കാണാം മാത്യു ടി തോമസ് നേതൃത്വം നൽകുന്ന ജനതാദളിന്റെ പച്ചക്കൊടി. ഈ വശം ജോസഫ് മാണി ഉൾപ്പെടുന്ന കേരള കോൺഗ്രസിന്റെ വെള്ളയും ചുവപ്പും നിലന്ന കൊടിയുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഓഫീസിലും കാണാം PC തോമസിന്റെ ചുവപ്പും വെള്ളയും കലർന്ന കൊടി. എന്താ വ്യത്യാസം? എന്താണ് ഈ രണ്ട് മുന്നണികളും തമ്മിലുള്ള വ്യത്യാസം? ഈ രാജ്യത്തെ ജനങ്ങൾ ചിന്തിക്കണം. ഈ രണ്ട് മുന്നണികളും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഒരേ തരത്തിലുള്ള നേതൃത്വം, ഒരേ രീതിയിൽ ചിന്തിക്കുന്നു, ഒരേ നയങ്ങള്, ഒരേ പാർട്ടികള്, ഒരേ കൊടിയടയാളങ്ങള്. വ്യത്യാസങ്ങളില്ലാത്ത ഈ രണ്ട് മുന്നണികളും കഴിഞ്ഞ 5.5 പതിറ്റാണ്ട് കാലമായി ഈ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന തിരിച്ചറിവ് ഈ കേരളത്തിലെ ജനങ്ങൾ നേടിയത് കൊണ്ടാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ഒരു പുനർവിചിന്തനത്തിന് വേണ്ടി കേരളത്തിലെ ജനങ്ങളെ വോട്ട് ചെയ്യുവാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. ആർക്കെങ്കിലും പറ്റുമോ ഈ PJ ജോസഫിന് വേണ്ടി വോട്ട് ചെയ്യുവാൻ? സാധിക്കില്ല. മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ തൊടുപുഴയിൽ മത്സരിക്കുന്ന ഭാരതീയ പാർട്ടികളും മാറി അധികാരങ്ങൾക്ക് വേണ്ടി പുറകെ നടക്കാത്ത ശ്രീ PM വേലായുധന് പര്യടന പരിപാടികളിൽ പങ്കെടുത്തു. ഈ തിരഞ്ഞെടുപ്പില് ഭാരതീയ ജനതാ പാർട്ടിയുടെ